യേശുവേ നന്ദി. എൻ്റെ പേര് മരിയ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. 2023 ജനുവരിയിലാണ് അത്ഭുതങ്ങളുടെ ജപമാലയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അന്നു മുതൽ ഇന്നലെ വരെ ഞാൻ മുടങ്ങാതെ കാണുന്നുണ്ട്. ആദ്യമൊന്നും നിയോഗം വെക്കാണ്ടാണ് കണ്ടിരുന്നത്. അതിനിടയ്ക്ക് 3 പ്രാവശ്യം സാറ്റർഡേ കൺവെൻഷൻ ഇവിടെ തന്നെ വന്നു. 2024 ഡിസംബറിൽ നടന്ന കൺവെൻഷനിൽ ഒരു ബ്രദർ വിളിച്ചു പറഞ്ഞു, അലർജി രോഗമുള്ളവരെന്നൊക്കെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ. അന്ന് ഞാനും എൻ്റെ മകനും കൂടി വന്ന്. അന്ന് എനിക്ക് ചെരുപ്പിൻ്റെ അലർജി, ഏത് ചെരുപ്പ് ഉപയോഗിച്ചാലും 2 മാസത്തിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ അലോപ്പതി എല്ലാ ഡോക്ടറെയും കാണിച്ചു. ഞാൻ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു, ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു. അപ്പം തൽക്കാലത്തേക്ക് മാറും, പിന്നെ വീണ്ടും വരും. അങ്ങനെ ഇവിടുന്ന് വന്ന് കൺവെൻഷൻ കൂടി വീട്ടിൽ പോയി വെഞ്ചരിച്ച തൈലം ഉപയോഗിച്ച് അപ്പം അത് പൂർണ്ണമായി മാറി. ഇപ്പം മാറി 2 വർഷത്തോളമായി. നല്ലൊരു കൈയടി കൊടുത്ത് നല്ലൊരു കൈയടി കൊടുക്കുക. കാരണം ചെരുപ്പിൻ്റെ അലർജിയാണ്. കണ്ടിട്ട് പറഞ്ഞു കേട്ടില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടോ. 2 വർഷമായി മാറിയിട്ട് ഒലുവല് പറ്റിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ മകന് ഈ പറഞ്ഞ 2 അലർജി, ഒന്ന് ജലദോഷവും തുമ്മലോ. ഉറങ്ങി എഴുന്നേറ്റാൽ തുടങ്ങും തുമ്മാനും ജലദോഷം. എന്നും ടവ്വൽ കൊണ്ടുപോകണം. ഈ ആൾത്താരെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. പക്ഷേ എന്നും ഈ ടവ്വൽ ഒരു ദിവസം കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ഇങ്ങനെ ഈ ഉടുപ്പിലൊക്കെ ഇങ്ങനെ കഴുകുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരു പ്രാവശ്യം സിസ്റ്റർ പറഞ്ഞു, മോന് 2 ടവ്വൽ കൊടുത്തു വിടണം. അവൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ടവ്വൽ കൊടുത്തു വിടുന്നുണ്ട്, ചില സമയത്ത് എടുക്കാൻ മറന്നു പോകുമ്പോഴേ ഇങ്ങനെ ബുദ്ധിമുട്ട്. ആ അലർജിയും അതും ഉണ്ടായിരുന്നു. പിന്നെ കാലാണെങ്കിൽ പാദം മുതൽ മേലെ വിരൽ വരെ പൊട്ടി ഇങ്ങനെ വിണ്ട് കീറും. അപ്പം ഈ മുട്ടിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാണും. അപ്പം എല്ലാവരും ഇങ്ങനെ സിസ്റ്റർമാർ 1-2 പ്രാവശ്യം എന്നോട് പറഞ്ഞു, മോനൊരു നല്ല ഡോക്ടറെ കാണിക്കണം. അപ്പം അലോപ്പതി കാണിച്ചു, ഹോമിയോ കാണിച്ചു. അതും ഇതുപോലെ തന്നെ വെക്കുമ്പം കുറച്ച് കുറയും. ഭയങ്കര വേദന. അവൻ പലപ്പോഴും കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ തേച്ചതിന് അതും മൂക്കിലൊരു അടപ്പുണ്ട് ദശ പോലെ, അതും മാറിക്കിട്ടി. കുർബാനൻ്റെ സമയത്ത് അത് മാറി എന്ന് പറഞ്ഞു. ഈ 2 അസുഖവും മാറിയിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി ഈ 2 അസുഖവും അലർജി മാറിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ കിണർ കുത്തി കഴിഞ്ഞ് ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് കലക്ക വെള്ളം വരിക. പിന്നെ അത് തെളിയുന്ന കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോയ കല്ലുപ്പ് ഞാൻ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇട്ടതിന് ശേഷം ഇപ്പോൾ 2 വർഷത്തോളമായി വെള്ളം ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ അതിശക്തമായ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് വരുന്നത് 2-3 ദിവസം ബാത്റൂം പോകാൻ പറ്റാറില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ഞാനതിന് ശ്രമിച്ചപ്പോൾ അത് എൻലാർജ് ചെയ്ത് പുറത്തേക്ക് വന്നു. അപ്പം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ് നിയോഗം വെച്ച് ഈ വെഞ്ചരിച്ച ഒലിവ് ഓയിലും തേനും ഹാനൻ വെള്ളവും ഉപയോഗിച്ച് കഴിച്ചതിന് ഫലമായി ഇതുവരെ വന്നില്ല. ഇപ്പോൾ 1 വർഷത്തോളമായി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നിയോഗം വെച്ച് വിശ്വാസ പ്രമാണം 90 ദിവസം ബന്ധന പ്രാർത്ഥന ഒക്കെ ചൊല്ലി. ഇതിൻ്റെ ഫലമായി വീട്ടിൽ പട്ടിശല്യം, പൂച്ചശല്യം, പിന്നെ ബാത്റൂമിൽ സ്ഥിരമായിട്ടൊരു 5-6 ഒച്ചുകൾ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവും. അത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഉപ്പൊക്കെ വെതറി വിശ്വാസപ്രമാണം ചൊല്ലി ചെയ്തതിന് ഫലമായി അത് മാറിയിരുന്നു. പക്ഷേ ഇടയ്ക്ക് സാക്ഷ്യം പറയാൻ ലേറ്റായതുകൊണ്ടായിരിക്കും 2-3 പ്രാവശ്യം വീണ്ടും ഈ വലിയ ഒച്ചുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവം എന്തായാലും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒച്ചിനെ പിന്നെ ഇപ്പോൾ കാണുന്നുമില്ല. പൂച്ചശല്യം, പട്ടിശല്യം, ഇതൊക്കെ കൊലായിൽ വന്ന് കടി കൂടി അപ്പിട്ട ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ബന്ധന പ്രാർത്ഥന ചൊല്ലി ഈ ഉപ്പ് വിതറിയതിന് ഫലമായിട്ട് എല്ലാം മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ സഹോദരീൻ്റെ മകന് ഒരു ജോലി പ്രൊമോഷനായിരുന്നു. പ്രൊമോഷൻ കിട്ടിയിട്ട് ഓർഡർ വന്നില്ല. കുറേ മാസങ്ങളായി. അന്നേരം ചേച്ചി എന്നോട് പറഞ്ഞു 6 മാസം കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ ലിങ്ക് ഇട്ട് കൊടുത്തു. അത്ഭുതങ്ങളുടെ ജപമാലേൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇട്ട് തരാം, വിശ്വാസം കുറവായതുകൊണ്ട് 3 ദിവസം നിയോഗം വെച്ച് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഇട്ട് കൊടുത്തു. അന്ന് രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഇത് കണ്ടു. ഉച്ചയാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി വിളിച്ചു, ജോലിക്കുള്ള ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതുപോലെ ഇതുപോലെ ഈ ലിങ്ക് ഈ ചേച്ചി എന്നെ പലർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് രോഗസൗഖ്യങ്ങൾ, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ലെഗ് പെയിൻ, അങ്ങനെ ഒരുപാടുണ്ട്. കാലിൻ്റെ ഇതൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം
ദൈവത്തിൻ്റെ അനുഗ്രഹം മാറിപ്പോയി. പരിശുദ്ധമ്മയുടെയും വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെയും മധ്യസ്ഥത്താൽ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കരങ്ങളടിച്ച് നന്ദി പറയാം കേട്ടോ. കരങ്ങളടിച്ച് നന്ദി പറയാം. വലിയ സൗഖ്യങ്ങളാണ് ചേച്ചി പറഞ്ഞത് മുഴുവനും കേട്ടോ.